നിർഭൻ എന്തായിരുന്നു ഇന്ന് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് നടന്നത് A to Z ഇപ്പോൾ വരെ? അജിംഷാദ്, ഇന്ന് സിൻഡിക്കേറ്റിന്റെ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റിലെ തെരഞ്ഞെടുപ്പാണ്. ഇന്ന് 12 അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ 3 പേരെ നേരത്തെ തന്നെ ഇടതുപക്ഷ അംഗങ്ങൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ബാക്കി 9 പേരുടെ അംഗങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. രാവിലെ 8:30-ക്ക് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. 10 മണിക്ക് തന്നെ ഈ പറഞ്ഞ 97 വോട്ട്, ആകെ 98 വോട്ടാണ് ഗവർണർ ഉൾപ്പെടെ ചെയ്യേണ്ടത്. അതിൽ 97 വോട്ടും പോൾ ചെയ്യപ്പെട്ടു. 10 മണിക്ക് തന്നെ പോളിംഗ് മുഴുവൻ അവസാനിച്ചു. സാധാരണ നടപടിക്രമങ്ങളനുസരിച്ച് 1 മണിക്കാണ് കൗണ്ടിംഗ് നടത്തേണ്ടത്. പക്ഷേ പൊടുന്നനെ കേരള സർവകലാശാലയുടെ VC ആയിട്ടുള്ള മോഹൻ കുന്നുമ്മൽ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു, ഇന്ന് വോട്ടെണ്ണൽ ഇന്ന് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള പ്രഖ്യാപനം വന്നു. അപ്പോഴാണ് ഇടതുപക്ഷ സെനറ്റിലെ അംഗങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇത് ചോദ്യം ചെയ്ത് തുടർന്ന് SFI പ്രതിഷേധം രേഖപ്പെടുത്തിയതും. അതിന് കാരണമായി ഈ പറയുന്ന VC പറഞ്ഞ കാരണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് നിലനിൽക്കുന്നു എന്നതാണ്. അത് വസ്തുതാവിരുദ്ധമായ കാര്യമായിരുന്നു. കാരണം കോടതി പരിഗണിച്ചിരുന്നത് ഇരുവിഭാഗവും 15 സെനറ്റ് അംഗങ്ങളുടെ കാര്യത്തിൽ അവിടെ കോടതിയിൽ കേസ് പോയിരുന്നു. അങ്ങനെ കോടതി ഒരു ഇടക്കാല ഉത്തരവ് വന്നിരുന്നു. കോടതിയുടെ പരാമർശം എന്ന് പറയുന്നത് ഈ തർക്കമുള്ള 15 അംഗങ്ങളുടെയും വോട്ട് ചെയ്യാനുള്ള അവർക്കൂടെ അവകാശമുണ്ട്, അത് കൗണ്ട് ചെയ്യേണ്ട, പ്രത്യേകിച്ച് അവരുടെ പ്രത്യേക സീൽ ചെയ്ത് ഈ 15 വോട്ടുകളും സൂക്ഷിക്കുക, പ്രത്യേക പെട്ടിയിലാക്കി സൂക്ഷിക്കുക, ബാക്കി വരുന്ന വോട്ടുകളെ സംബന്ധിച്ച് എണ്ണാം എന്നുള്ള നിർദ്ദേശം അടിസ്ഥാനത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി VC മുന്നോട്ട് പോയത്. പക്ഷേ പൊടുന്നനെ ഈ നിലപാട് മാറ്റുന്ന VCയാണ് കണ്ടത്. തുടർന്ന് ശക്തമായ പ്രക്ഷോഭവും പ്രതിഷേധവും ഉണ്ടായി. പക്ഷേ അവസാനം നിയമോപദേശവും VCക്ക് ലഭിച്ചു. നിയമോപദേശം VC തേടി, രജിസ്ട്രാറോട് നിയമോപദേശം തേടി. നിയമോപദേശത്തിൽ കിട്ടിയ ഉപദേശം എന്ന് പറയുന്നത് വോട്ട് ബാക്കി വരുന്ന ഈ 82 വോട്ടും എണ്ണാം എന്നുള്ള നിയമോപദേശമാണ് ലഭിച്ചത്. എന്നിട്ടും VC വഴങ്ങിയില്ല. വീണ്ടും കോടതി നടപടിക്ക് വേണ്ടി കാത്തിരുന്നു. അവസാനം ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് VCക്ക് നേരിട്ടത്. പോൾ ചെയ്യപ്പെട്ട ഈ 15 വോട്ടുകൾ, തർക്കമുള്ള 15 വോട്ടുകൾ മാറ്റിവെച്ചിട്ട് ബാക്കിയുള്ള 82 വോട്ടുകളും എണ്ണി ഫലം പ്രഖ്യാപിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയത്. ബാക്കിയുള്ള 15 വോട്ടുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം, അത് കോടതി പിന്നീട് തീരുമാനിക്കും എന്ന തരത്തിലുള്ള ഉത്തരവും വന്നു. സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് ഒന്നുമില്ലാത്ത അവസ്ഥയേക്കാൾ നല്ലത് സിൻഡിക്കേറ്റ് ഉണ്ടാകുന്നതല്ലേ എന്ന പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ SFIയും ഇടതുപക്ഷ അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ്. പക്ഷേ ഏകപക്ഷീയമായി മോഹൻ കുന്നുമ്മൽ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടെണ്ണൽ 3 മണിക്ക് ആരംഭിച്ചത്. ആകെ 82 വോട്ടുകളാണ് എണ്ണാനുള്ളത്. ഫലം ഉടൻ തന്നെ പുറത്തു വരും. വലിയ തിരിച്ചടി. നേരത്തെ അജിംഷാ സൂചിപ്പിച്ചതുപോലെ ഗവർണർമാരെ ഉപയോഗിച്ച് RSSന്റെ അജണ്ട കേരളത്തിലെയും ഇന്ത്യയിലെ സർവകലാശാലകളിൽ നടപ്പിലാക്കാനുള്ള നീക്കം നടക്കുന്നു. അതിൽ പല നോമിനികളെയും ഗവർണർ തന്നെ നേരിട്ട് ഒരു തരത്തിലുള്ള യോഗ്യതയുമില്ലാത്തവരെ നിയമിക്കുന്നു. വീണ്ടും തിരഞ്ഞെടുപ്പ് തന്നെ, സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാൻ ഇത് ഗവർണറുടെ നോമിനി കൂടിയായിട്ടുള്ള VC അത്തരത്തിലുള്ള നീക്കം നടത്തുന്നു. അതിനെ ചെറുക്കുന്ന സമീപനമാണ് ഉണ്ടായത്. അത് കോടതിയിൽ നിന്ന് VCക്ക് തന്നെ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഇപ്പോൾ വോട്ടെണ്ണൽ തുടരുകയാണ്. അജിംഷാദ്.